നീ എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ്? ദേ, കടം തന്ന കാശ് തിരിച്ചു ചോദിക്കാനാണെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിലില്ല. അതല്ല, വേറൊരു കൂട്ടത്തിന്. അമ്മ പറഞ്ഞപ്പോ ഞാൻ ഒരു വിധത്തിൽ എഴുതി ഒപ്പിച്ചതാ. എനിക്കിതിന്റെ രീതിയൊന്നും അറിയില്ല. തെറ്റുവല്ലതുണ്ടച്ചാ ബാലനെ കാണിക്ക്, ബാലൻ തിരുത്തി തരുമെന്ന് പറഞ്ഞു. അടിക യുവതി 24 വയസ്സ് 17 നക്ഷത്രം. നീ എന്താ ആളെ കളിയാക്ക? അല്ല, ബാലട്ടൻ പറഞ്ഞതിന് ശേഷം ഞാൻ ആ കാര്യത്തെപ്പറ്റി സീരിയസ് ആയിട്ട് ആലോചിച്ചു. 24 വയസ്സെന്നുള്ളത് നമ്മുടെ സമുദായത്തിലെ വേളിക്ക് വളരെ വൈകിയ പ്രായമാണ്. ബാലട്ടൻ പറഞ്ഞ പോലെ ഞാൻ ബാലട്ടനെ കാത്തിരിക്കണതിൽ എന്തർത്ഥമുള്ള? ശുഭേടത്തിയുടെ വേളി കഴിഞ്ഞാലും താഴത്ത് പിന്നെയും രണ്ടുപേരും നിൽക്കണില്ലേ? അമ്മാത്താരും ഇതന്നെയാ ചോദിക്കണേ. അച്ഛൻ മരിച്ചിട്ട് ആരോരും ഇല്ലാത്ത എനിക്കും അമ്മയ്ക്കും അമ്മാമാര് പറയണത് അനുസരിക്കാണ്ടിരിക്കാൻ പറ്റുമോ? സുമിത്ര, നീ എനിക്ക് മനസ്സിലാവുന്നൊരു ചോദിക്കുക. നിങ്ങൾക്കൊക്കെ എന്താ പിണഞ്ഞ്? തഞ്ചത്തിനും തരത്തിനും മാറ്റി എന്തൊരു ചാലോചിക്കാൻ നിന്ന കാലിക്കച്ചോടാ. അറിയാം, ദാരിദ്ര്യമാണ്, അവസ്ഥയും സ്ഥിതിയൊക്കെ വളരെ മോശ. നിന്റെ കഴുത്തിൽ ബാലൊരു മഞ്ഞ ചരട് കെട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. വെറുതെ വല്ലവരും കൊട്ടം താളത്തിന് തുള്ളാൻ നിൽക്കല്ലേ. നീ എന്റെ പെണ്ണ, അതിനൊരു മാറ്റം ഉണ്ടാവില്ല. ബാലേട്ടൻ വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്റെ മനസ്സിലാക്കരുത്. അതിങ്ങനെയാണോ കെട്ടി നിർത്തിയിരിക്കാൻ ഞാൻ? ഒന്നിളകിയ എല്ലാം തകരും. വരട്ടെ, പോയിക്കോ. ചെല്ലേ, ഇരുന്നോളൂ. ഞങ്ങളുടെ ഈ സ്ഥലമൊക്കെ ഇഷ്ടമായോ? ഇവിടെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഇല്ല. ബാല, 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 ശുഭയെ കാണാനില്ല. അവളുടെ മുറിയിൽ നിന്ന് കിട്ടിയ വൈക്കാത്ത. എല്ലാവരും എന്നോട് പൊറുക്കുക. ഞാൻ ശ്രീധരനോടൊപ്പം പോകുന്നു. ആരും എന്നെ അന്വേഷിക്കണം.
നിങ്ങൾ ജാലിയളിയിട്ട് വന്നതാ? അതെ, എവിടെ? സെക്രട്ടേറിയറ്റില്. നിങ്ങൾ എന്തൊരു ജാതി നായരാ? ചുമ്മാ അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചത്. ഞാൻ നായരാ. അതാ ആശാന്റെ മുറി. ലാഡ്ജളി തുടങ്ങിയ കാലം തൊട്ടേ അദ്ദേഹം ഇവിടെ താമസം. കാണുന്ന പോലൊന്നുമല്ല, വലിയ പിടിപാടാ. മെനിഞ്ഞാന്നൊരു മന്ത്രി ഇവിടെ വന്ന് ചായകൾ കുടിച്ചിട്ടാ പോയത്. നിങ്ങൾ നിൽക്കുക, എനിക്ക് താഴെ കുറച്ച് ജാലികളുണ്ട്. ആരെന്തിനു വേണം? ഞാൻ കാസർഗോഡ് നിന്ന് വരാം. സെക്രട്ടേറിയറ്റിൽ ഒരു ജോലിയായിട്ട് ജയകൃഷ്ണൻ സാർ തന്നു കേട്ടോ. പേരെന്തര്? ബാലേന്ദ്രൻ. ഇനീഷ്യലി ജാതി പേരൊന്നും ഇല്ലേ? ബാലേന്ദ്രൻ അടിക. അടിക എന്ന് പറഞ്ഞ നമ്പൂരിയാണ്? അതെ. വാ വാ. എനിക്ക് മക്കളായിട്ട് 7 എണ്ണം, 4 ആണും 3 പെണ്ണും. ഇളയ പെണ്ണൊഴിച്ച് ബാക്കിയെല്ലാം തലയിരിഞ്ഞു പോയി. ഇളയ മോള് കഴിഞ്ഞ കർക്കിടകത്തിൽ ദീനം വന്ന് മരിച്ചുപോയി. അവിടെ ഒരു മോൻ കുറച്ചാലേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കാഴ്ച ബംഗ്ലാവി വാച്ചറാ. 81 ലീഡർ സെറ്റപ്പ് ചെയ്ത് തന്നത്. അവൻ പെണ്ണായിട്ട് സിംഹം പോലത്തെ 2 പിള്ളേരുമായിട്ട് റാവച്ചമ്പലത്ത് താമസിക്കണം. തെക്കൻ ആകാരം എങ്ങനെ? വായിക്ക് രുചി കണ്ടോ എന്തര? കൊച്ചി കണ്ടോൻ അച്ചി വേണ്ട, കൊല്ലം കണ്ടോൻ ഇല്ലം വേണ്ട, ഹജൂർ കച്ചേരി കയറുന്നവന് നാടും വേണ്ട എന്നൊരു ചൊല്ലുണ്ട്. ഹജൂർ കച്ചേരി എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റ്. ഈ സെക്രട്ടേറിയറ്റ് ജോലി എന്ന് പറഞ്ഞാൽ ഒരു കയറിന്റെ ഇങ്ങേറ്റത്തെ പിടിയ. കയറേണ്ടവൻ എത്ര വേണേലും പുഷ്പം പോലെ കയറിപ്പോവാം. ആ വിചാരമില്ലാത്തവൻ അവിടെ ഇരുന്ന് മൂത്ത് മുരടിച്ച് പെൻഷനാവും. വലിയ വർത്തമാനം പറയാനെന്ന് കരുതരുത്. എത്ര ആൾക്കാരെ എൻ്റെ സഹായത്തിൽ കയറി എവിടെ വരെ എത്തിയിരിക്കുന്നു. ഉള്ള ധൈര്യമായിട്ട് എൻ്റെ കൂടെ നിന്നോ, ഞാൻ എത്തിച്ചേരാം. വിചാരം വേണം. എതിരെ വരുമ്പോൾ ഒരു ചിരി. 10 പൈസ ചെലവില്ലല്ലോ. ഇന്ന് മാർച്ച് 22, നാളെ 23. ഈ മാർച്ച് 23ന്റെ പ്രത്യേകത എന്തിനാണെന്ന് പിള്ളേക്ക് അറിയോ? 1956 മാർച്ച് 23-നാണ് കേരളത്തിൽ ആദ്യമായി പ്രസിഡന്റ് ഭരണം വരുന്നത്. പത്മനാഭസ്വാമിക്ക് വഴിപാട് നടത്തിയിട്ട് വേണം ജോയിൻ ചെയ്യാൻ. പഴവങ്ങാടി ഗണപതിക്ക് തേങ്ങ അടിക്കണം, വിഘ്നങ്ങൾ മാറാൻ. ഈശ്വര വിചാരം വേണം. 10 മണിക്ക് പടി ഇറങ്ങണം. 10 കഴിഞ്ഞാൽ രാഹുകാലമാണ്. 57 നമ്പൂരിപ്പാട് രാഹുകാലത്താണ് ഭരണം ഏറ്റെടുത്തത്. എന്നിട്ട് എന്തരായി? പിരിച്ചു വിട്ടില്ലേ പണ്ടിന്റെ ഒരു സാറ്? അപ്പൊ ഇതിലൊക്കെ ചില സത്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് പാവിരിച്ച് കിടന്നോ. ഇത്ര ഭാനു സാറ് കിടന്നിരുന്ന് ഇവിടെ. ശ്രീപത്മനാഭ മേഘവർണ്ണം ശ്രീകാന്തം സെക്രട്ടേറിയറ്റ് വലിയൊരു കടല. ചിലപ്പോ വലിയ കാറ്റും കോളും കാണും, ചിലപ്പോ തിരതട്ടാതെ ശാന്തമായിട്ട് അങ്ങനെ കിടക്കും. നീന്താൻ വശമുള്ളവന് മുങ്ങിത്തപ്പി മുത്തും പവിഴവും വാരാ. നീന്തലറിയാത്തവൻ വെള്ളം കുടിച്ച് തിരയിപ്പെട്ട് ഞെളിഞ്ഞ് ചാവും. ശ്രീപത്മനാഭ.